ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം കെൻസോ ടാങ്കെ. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? ഉത്തരം സഡാക്കോ സസാക്കി. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഹോമി ജെ ബാവ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം രാജാ രാമണ്ണ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യ കോഡ് എന്തായിരുന്നു? ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ്? ഉത്തരം ദി ഗാഡ്ജറ്റ്. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം? ഉത്തരം ന്യൂ മെക്സിക്കോയിലെ അലമോഗാഡോ. ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരാണ്? ഉത്തരം മോറി ടെറുമോട്ടോ. ഏത് വർഷമാണ് മോറി ടെറുമോട്ടോ ഹിരോഷിമ അടങ്ങുന്ന ദ്വീപിനെ കണ്ടെത്തിയത്? ഉത്തരം 1589. ഓലിയാണ്ടർ പുഷ്പത്തെ ജപ്പാനിൽ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ക്യോച്ചിക്കൂഡോ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ബറാക് ഒബാമ. ഏത് വർഷമാണ് ബറാക് ഒബാമ ഹിരോഷിമ സന്ദർശിച്ചത്? ഉത്തരം 2016. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചപ്പോൾ 2 വയസ്സ് പ്രായമുണ്ടായിരുന്ന 11 വയസ്സായപ്പോൾ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ച പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കിയുടെ നൊമ്പരം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം രാധികാദേവി ടി.ആർ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 4.63 ടൺ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത്? ഉത്തരം 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അമേരിക്കയിലെ ന്യൂയോർക്ക്. UN-ന്റെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോസ്റ്ററിക്ക. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നൽകിയത് ആരാണ്? ഉത്തരം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ വിശദമാക്കുന്ന നിയമപുസ്തകം ഏതാണ്? ഉത്തരം UN ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 193. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള 193ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം സൗത്ത് സുഡാൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം ആണ്? ഉത്തരം
ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, ചൈനീസ്, അറബിക്. UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? ഉത്തരം അന്റോണിയോ ഗുട്രഫ്. UNOയുടെ സെക്രട്ടറിയായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശശി തരൂർ. UNOയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആരാണ്? ഉത്തരം മാതാ അമൃതാനന്ദമയി. UNOയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം AB വാജ്പേയി. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എത്രയാണ്? ഉത്തരം 1914 മുതൽ 18 വരെ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സംഘടന ഏതായിരുന്നു? ഉത്തരം സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം രൂപീകൃതമായ വർഷം? ഉത്തരം 1920 ജനുവരി 10. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ബോംബ് ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ബോംബ്. ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ടെല്ലർ. ജപ്പാനിൽ അണുബോംബ് ഇടാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? ഉത്തരം B-29 ബോംബർ. കാർഗിൽ യുദ്ധം എന്നായിരുന്നു? ഉത്തരം 1999. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബലം എന്താണ്? ഉത്തരം ന്യൂക്ലിയർ ബലം.